ഈയിടെയായിട്ട് രാഘവേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിഷ്ണു വന്നില്ലല്ലോ. ഇവനിത് എവിടെ പോയി കിടക്ക? വിഷ്ണു അല്ലേ? ചിലപ്പോഴേ അവൻ ശാരദാമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പോയി കാണും. നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല രാഘവേട്ട. സത്യമേ, 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 കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? ഇനി അതാണോ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്താ മോളെ, എന്താ അറിഞ്ഞു വെച്ച്? അപ്പൊ അറിഞ്ഞിട്ടില്ലല്ലേ? ഇല്ല. എന്താ അത്? പിന്നെ എന്താ മോളെ നൂറെ, എന്താ ഉണ്ടായത്? TV ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട്. ഓ, ഇവിടെ TV ഇല്ലല്ലോ, അതാ നിങ്ങൾ അറിയാഞ്ഞത്. എന്താ കാര്യം എന്ന് പറഞ്ഞേ? അത് പിന്നെ വിഷ്ണുവേട്ടൻ ഓടിച്ചിരുന്ന ലോറിക്കകത്തുനിന്ന് സ്പിരിറ്റ് പിടിച്ചത്ര. വിഷ്ണുവേട്ടൻ പോലീസിനെ വെട്ടിച്ച് ഓടുന്നതിന്റെ വിഷ്വൽസാ ചാനൽ മുഴുവൻ കാണിക്കുന്നത്. കൂടെയുള്ള കമലിനെ അറസ്റ്റ് ചെയ്തു. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണോ? ലോറിയിൽ സ്പിരിറ്റ് കടത്തിയെന്നോ? മോളെ, അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. സത്യമേ, ന്യൂസില്. ഞാൻ വിശ്വസിക്കില്ല. എന്റെ വിഷ്ണു അങ്ങനൊന്നും ചെയ്യില്ല. ഇത് ചതിയാ. ആരോ വെച്ച കെണിയാ. അതിലും വീണുപോയതാ. വിഷ്ണുവേട്ടനെ അറിയാവുന്നവർക്കെല്ലാം അത് അറിയാച്ചാ. പക്ഷേ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വിഷ്ണുവേട്ടനെ സേഫ് ആക്കുക എന്നതാ. ഞാൻ ആ ദാസൻ എന്ന് വിളിച്ചു നോക്കട്ടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾ ചെയ്തു തരേണ്ടതാ. ഞാൻ നോക്കട്ടെ. എന്നാലും അവനിങ്ങനെ ഒരു ചതിപ്പെടാൻ ശത്രുക്കളാ, ചുറ്റും ശത്രുക്കളാ. അയാൾ എടുക്കുന്നില്ല. എടുക്കില്ല മാമേ, എടുക്കില്ല. ഇത് എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. മനഃപൂർവ്വേ നമ്മുടെ വിഷ്ണുവിനെ കൊടുക്കാനുള്ള കെണിയാ. സമയദോഷം. വരാനുള്ളതെല്ലാം വന്നു ചേരും. അനുഭവിക്കട്ടെ. അല്ലാതിപ്പോ ഞാൻ എന്ത് ചെയ്യാന്? ഈ പണി വേണ്ട. ഇതൊരു അപകടം പിടിച്ച പണിയാണെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. അതൊന്നും അവൻ കേട്ടില്ലല്ലോ. അപ്പൊ പിന്നെ വരുന്നത് അനുഭവിക്കട്ടെ. അല്ലാതെ ആദ്യം കയറി ചാവാനൊന്നും എനിക്ക് വയ്യ. മോളെ, അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. വിവരം അറിഞ്ഞപ്പോഴും ഞാൻ വിളിച്ചതാ സത്യമേ. സ്വിച്ച് ഓഫാ. ഇത്രയും വലിയ കുഴപ്പത്തിൽ ചാടിയെങ്കിൽ വിഷ്ണുട്ടൻ ഒരിക്കലും മൊബൈൽ ഓണാക്കി വെക്കില്ലല്ലോ. കിട്ടുന്നില്ല. എന്റെ ഭഗവാനെ, എന്റെ കൊച്ചിനൊരാപത്തും വരുത്താതെ കാത്തോളണേ. വിഷ്ണു, 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 വിഷ്ണു. വേറെ ആരുമില്ല. ഈ സ്ഥലം അത്ര പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാനാവില്ല. ഇനി അഥവാ വന്നാൽ തന്നെ ഇതിനകത്ത് നിന്ന് നിന്നെ ആർക്കും കൊണ്ടുപോകാനും പറ്റില്ല. ചുറ്റും നമ്മുടെ ആൾക്കാരാ. എൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ചിന്തകളോ ആവലാതികളോ ഒന്നും ഇല്ല സുബൈർക്ക്. വീട്ടിൽ അച്ഛൻ്റെ കാര്യം വെച്ചിട്ടുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും ആദ്യം പിടിക്കുന്നതും അച്ഛൻ തന്നെയായിരിക്കും. അക്കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അതെല്ലാം വേണ്ടതുപോലെ ഞാൻ നോക്കിക്കോളാം. കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരുന്നതുവരെ ഇവിടെ ഇങ്ങനെ കഴിയുക തന്നെ വേണം. ശാലിനിയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന അവള് തന്നെയാ. കമലം പറഞ്ഞത് തന്നെയാണ് ശരി. ഈ കെണി നിനക്കായിട്ട് ഒരുക്കിയതല്ല. നിന്നിലൂടെ അവർ വീഴ്ത്തിയത് ശാലിനി മേഡത്തിനെ തന്നെയാ. അവൻ പിടികൊടുത്തതും നന്നായി. നിന്നെയാണ് അവിടെ കിട്ടിയിരുന്നെങ്കിൽ നിനക്കും കിട്ടിയെന്ന് പണി. അടുത്ത കാലത്തെങ്ങും പുറത്തിറങ്ങാനാവാത്ത വിധം നിന്നെ അവര് പൂട്ടിയനെ. അല്ലക്ക, കമലിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന്. ആ കാര്യവും വക്കീലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴികളും നോക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത്
നമ്മുടെ ലോറിയിൽ ഇത് വെച്ചത് ആരാണെന്നോ, നമ്മുടെ നീക്കങ്ങളെല്ലാം ശരിക്കും അറിയുന്ന ആരോ ഒരാൾ. അതാരാണെന്ന് അറിയണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണെന്ന് എനിക്ക് സംശയമുണ്ട്. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അത് ഉറപ്പിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തങ്കച്ചനാണോ? സംശയം അവനെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു യൂണിയൻ നേതാവിന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇതുപോലൊരു തറവേല കാണിക്കാൻ അവൻ തയ്യാറാവൂ? അവനല്ലെങ്കിൽ അവൻ്റെ കൂട്ടാളികളാണ്. അവൻ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചവന് വഴിയില്ലേ? നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോർത്തി കൊടുക്കാൻ നമ്മുടെ ഇടയിൽ അവൻ്റെ ചാരന്മാരുണ്ട്. അതുകൊണ്ടാ 2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയിട്ട് ഞാൻ ഈ വഴിക്ക് വന്നത്. എനിക്കറിയാം നിന്നെ കിട്ടാൻ വേണ്ടി അവരെന്നെ വാച്ച് ചെയ്യുമെന്ന്. തങ്കച്ചനെ സംശയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കുറച്ചു ദിവസം മുമ്പ് അവൻ എന്നോട് അറിയാതെ ലോറിയിൽ സ്പിരിറ്റ് കടത്താൻ കൂടുമോ എന്ന് ചോദിച്ചതാ. ഞാൻ ഒഴിവാക്കിയതിൻ്റെ പക അവനിൽ കാണും. അവനിപ്പം മറഞ്ഞു നിന്ന് പണിയെന്നാണെങ്കിലോ? അങ്ങനെയും വരാം. എന്തായാലും ശത്രുക്കൾ നിനക്ക് ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുക വിഷ്ണു. രക്ഷപ്പെടാനായി നീ കഷ്ടപ്പെടുമ്പോ നിന്നെ നശിപ്പിക്കാനായി ഓരോ ദിവസവും അവർ ഓരോ പദ്ധതികൾ ഇടുന്നു. അതിലൊക്കെ കൃത്യമായി നീ വീണു പോകുന്നുണ്ടല്ലോ. ഈ വീഴ്ച വരാനിരിക്കുന്ന ഉയർത്തെഴുന്നേപ്പിന്റെ മുന്നോടിയാണ്. ചെയ്തതെല്ലാം എണ്ണി എണ്ണി ഓരോരുത്തർക്കുമായി വീതിച്ചു കൊടുക്കുന്ന ഒരു പകരം വീട്ടൽ അതെന്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടുള്ളതാ. വിഷ്ണു, സാത്താന്മാർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് അള്ളാഹുവാ. അവരത് ഏത് ദുനിയാവിൽ പോയി ഒളിച്ചാലും പടച്ച തമ്പുരാൻ അവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ശിക്ഷാവിധികൾ കൊടുക്കുന്നതും അതെന്താണെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അവന് വിട്ടുകൊടുത്തേക്ക്. അവനത് ഭംഗിയായി ചെയ്ത് നമുക്ക് മുന്നിൽ കാണിച്ചു തരും. ഇക്ക ഭൂമിയോളം താഴ്ന്നു നിൽക്കുന്നതിന് തലയൊന്ന് ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിൽക്കാനൊരു ആഗ്രഹം കാണില്ലേ? എനിക്ക് പക്ഷെ ഇപ്പൊ അതൊരു ആഗ്രഹമല്ല, എന്റെ നിവൃത്തികേടാ. തല ഉയർത്താതെ മാർഗമില്ലെന്നുള്ള നിവൃത്തികേട്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഈ തല നിവർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അതിന് തടസ്സം വരുന്ന തലകളെടുക്കാൻ എനിക്കൊട്ടും മടിയില്ല. കൂടെ ഉണ്ടാവും. ഇനി യുദ്ധത്തിനായാലും സമാധാനത്തിനായാലും പണത്തിനായാലും ആയുധബലത്തിനായാലും എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കും. ഇതൊരു മുസൽമാന്റെ വാക്കാ. തല പോയാലും അത് മാറില്ല. മേഡം വരുമ്പോഴേ പോയി ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഈ കാഴ്ചകളെല്ലാം കാണാനുള്ള അവസരം കൊടുക്കണം. ഇത് കണ്ട് മാനസികമായി തകർന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വരാവും. നിങ്ങളിപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് മാറി നിൽക്കും. എന്താ ഇവിടെ എല്ലാരും കൂടി നിൽക്കുന്ന? നമ്മുടെ കളക്ടറെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് കൂട്ടത്തോടെ നിന്ന് ആസ്വദിക്കുകയാണല്ലേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾക്ക് കൈ അയച്ച് സഹായിച്ചിട്ടുള്ളതല്ലേ? ഇങ്ങനെ തന്നെ പെരുമാറണം. ആണെത്തി. പക്ഷെ ഇതൊക്കെ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കാർ തന്നെ തിരിച്ചു പോകാനും സാധ്യതയുണ്ട്. അമ്മാതിരി എഴുത്താണല്ലോ എഴുതി വച്ചേക്കുന്നത്. അനു,
വേണ്ട അനു. മേഡം അത് എന്തിനാ അതൊക്കെ കയറുന്ന? നമ്മുടെ സഹപ്രവർത്തകർക്കിടയിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയതും വരച്ചതും ഒക്കെയല്ലേ 4 മനുഷ്യര് കാണട്ടെ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, നശിപ്പിക്കണ്ട. ഇതിപ്പോ നമ്മൾ എടുത്തു മാറ്റിയ ഇന്ന് രാത്രി ഇതിലും കടുപ്പമുള്ള പടങ്ങൾ വെക്കും. ഈ പണി പാളിയോ? ഇതിപ്പോ എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ കാരണം അണിയറയിൽ ഒരുങ്ങുന്ന മറ്റ് ചിത്രങ്ങൾക്ക് കൂടി റിലീസിംഗ് ഡേറ്റ് കൊടുക്കണം. പിന്നെ ഇത്തരം സ്കൂൾ കോളേജ് സംഭവങ്ങളും ഉണ്ടെന്നും നമ്മളെ അങ്ങനെ തളർത്താൻ പറ്റില്ലെന്ന് അവരൊന്നും അറിയട്ടെ. അരിയും കുറിയും പ്ലേ കാർഡും ഒക്കെ കണ്ട് പൊട്ടി തകർന്നു നിൽക്കുകയല്ലേ. ഞാൻ ചെന്ന് ഒരല്പം നമ്പർ അടിച്ച് നിൽക്കും, അപ്പോഴേക്കും വന്നേക്കണം. ചോദ്യങ്ങൾ ചോദിച്ച് നാണം കെടുത്തണം. അതെങ്ങനെ ചോദിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സുസ്മിതയുടെ കയ്യിൽ നിന്ന് തുട്ടുകളെ എണ്ണി വാങ്ങിച്ചതല്ലേ, അതിന്റെ കൂറ് ഇവിടെ കാണിക്കണം. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. മാഡം, ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഇവിടെ ഈ പോസ്റ്ററുകൾ എഴുതി ഒട്ടിച്ചത് ആരായാലും അവർക്കെതിരെ ADM എന്ന നിലയിൽ ഞാൻ ആക്ഷൻ എടുത്തിരിക്കും. നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമുക്കെതിരെ കരിവാരി തേക്കുന്നത് ആരാണെന്ന് അറിയണമല്ലോ. 1-2 പേരെ സംശയം ഉണ്ടായിരുന്നു, അവരെ പോയി കണ്ടിട്ടാ ഞാനീ വരുന്നത്. ജോൺ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അല്ല, അത് പിന്നെ മാഡം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോകും മാഡം. ഓ, പഴയ കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ ആവേശം സടകുടഞ്ഞെഴുന്നേക്കുക അല്ലേ? അനീതി അത് എവിടെ കണ്ടാലും ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല മാഡം. മാഡം, ഇതിനെക്കുറിച്ച് ഏയ്, ഒരാളും മാഡത്തെ ശല്യപ്പെടുത്തരുത്. മാറി നിൽക്ക്, മാറി. മാഡം, ഈ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? എന്തു പറയുന്നതിൽ? നിങ്ങൾ അതാദ്യം പറയും. മാഡത്തിന്റെ ഹസ്ബൻഡ് 1-ാം നമ്പർ സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്ന് പറയുന്നുണ്ടല്ലോ. ആരാണിതൊക്കെ പറയുന്നത്? അവരോടല്ലേ ഈ ചോദ്യം ചോദിക്കേണ്ടത്. എന്റെ അറിവിൽ എന്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. പിന്നെ ലോറിയിൽ നിന്ന് പിടിച്ചെടുത്തത് വീഞ്ഞായിരുന്നോ മാഡം? വീഞ്ഞായിരുന്നോ പാലായിരുന്നോ അതോ വെറും കഞ്ഞിവെള്ളമാണോ എന്നൊക്കെ അത് വെച്ചവർക്കല്ലേ അറിയാൻ പറ്റൂ. ഞാൻ ഒരാളെയും, അതിപ്പോ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും, എന്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് സഹായിച്ചിട്ടില്ല. പിന്നെ തെറ്റ് ചെയ്തവരാരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അതിവിടുത്തെ നിയമം അനുശാസിക്കുന്നതാണ്. അവിടെ മറ്റു ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. മാഡത്തിന്റെ ഹസ്ബൻഡ് ഒളിച്ചു താമസിക്കുന്നത് മാഡത്തിന്റെ വീട്ടിൽ തന്നെയാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് കണ്ടുപിടിക്കാനാണ് ഇവിടെ പോലീസ് ഉള്ളത്. പോലീസിന്റെ പണി കൃത്യമായി ചെയ്താ ഒരാൾക്കും അങ്ങനെ ഒളിച്ചു കഴിയാൻ പറ്റില്ലല്ലോ. പ്രതി ജില്ല ഭരിക്കുന്ന കളക്ടറുടെ ഭർത്താവാകുമ്പോ കീഴുദ്യോഗസ്ഥർക്ക് നിയമം നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അല്ലേ? ആ ബുദ്ധിമുട്ട് നിങ്ങൾക്കാർക്കും ഉണ്ടാവില്ലല്ലോ. കാരണം നിങ്ങൾ ആരും എന്റെ കീഴ് ജീവനക്കാരോ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കേണ്ടവരോ അല്ല. അപ്പൊ നിങ്ങൾക്ക് പോലീസിനെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് വരാം, വന്ന് പരിശോധിച്ചു. എല്ലാം വെറുതെ അങ്ങ് മനസ്സിൽ കണ്ട് വെച്ചങ്ങ് എഴുതി പിടിപ്പിക്കാതെ സത്യസന്ധമായി ഒന്ന് വന്ന് തിരക്കിയിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക. അതാണ് ചാനൽ ധർമ്മവും പത്രധർമ്മവും. അല്ലാതെ ഊഹാപോഹങ്ങൾ എഴുതി പിടിപ്പിക്കലല്ല. ഇങ്ങനെ ഒരു സ്പിരിറ്റ് ബന്ധം ഭർത്താവിൽ ആരോപിച്ച സ്ഥിതിക്ക് കുറച്ചുനാൾ ലീവ് എടുത്തു മാറി നിന്ന് കേസന്വേഷണം സുഗമമാക്കുന്നതല്ലേ ശരിയായ നടപടി? സഹോദരി, ഏതാ ചാനല്? അത് പിന്നെ മനസ്സിലായി. പേരിന് വേണ്ടി തലമുണ്ടാക്കണ്ട. അനിയത്തിയെ പറഞ്ഞു വിട്ടവരോട് ചെന്ന് പറഞ്ഞേക്കെ ശാലിനി വിഷ്ണു തൽക്കാലം ഈ കസേരയിൽ നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അതിനു വേണ്ടിയാണ് ഈ കാണുന്ന പെടാപ്പാടൊക്കെ പെടുന്നതെങ്കിൽ ചുമ്മാ സമയം കളയണ്ടെന്നും പറഞ്ഞേക്കെ. ഒന്നുമില്ലേലും IAS വരെ പോയതല്ലേ ഞാൻ. അതിന്റെ മഹത്വമെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ
പിന്നെ ഈ ഉറക്കമുളച്ച് പഠിച്ചതൊക്കെ വെറുതെ ആയി പോവില്ലേ? മാഡം മാഡം ഒരു മിനിറ്റ്, അത് കലക്കി മാഡം. ഇവരെ പോലുള്ളവര് ഒരു മീഡിയയുടെയും സപ്പോർട്ടും ഇല്ലാതെ ഇങ്ങനെ ഓരോ ക്യാമറയും പൊക്കി പിടിച്ച് നടക്കുന്നത്. വിറ്റ്നസ് ചാനല്, അങ്ങനെ ഒരു ചാനൽ കേട്ടിട്ട് പോലും. മാഡത്തിനെയും മാഡത്തിന്റെ ഹസ്ബൻഡിനെയും മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് കളിക്കുന്ന കളിയാണിത്. ഇത് കണ്ടൊന്നും മാഡം തളരരുത്. മാഡത്തിനൊപ്പം ആരും ഇല്ലെങ്കിലും ഞങ്ങൾ സഹപ്രവർത്തകരുണ്ട് മാഡം. മിസ്റ്റർ ജോൺ എബ്രഹാം, ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. ഷാർപ്പ് 2 minutes. എന്തായിരിക്കും? എത്ര കൊടുത്തു എല്ലാവർക്കും കൂടി? മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജോണിന് നന്നായിട്ട് അറിയാം. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അതൊരിക്കലും മാറ്റാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ കാണിക്കുന്ന പല തറപരിപാടികളും എത്ര വലിയ പൊസിഷനിലെത്തിയാലും ചിലരിന്ന് അത് അങ്ങോട്ട് ഒഴിഞ്ഞു പോവില്ല. ഇവിടെ ഇപ്പൊ കണ്ടതും അത് തന്നെയാ. അല്ല, ജോൺ അഭിനയം പഠിച്ചിട്ടുണ്ടോ? ഇല്ല മാഡം. ചെറിയൊരു ഏകാംഗ നാടകത്തിലെങ്കിലും അഭിനയിച്ചിട്ടുണ്ടാവും. അല്ല, ഇല്ലെങ്കിൽ ഇത്ര തന്മയത്വത്തോടെ ഇങ്ങനെയൊന്നും അഭിനയിച്ച് ഫലിപ്പിക്കാനേ ആവില്ല. യു ആർ എ വെരി ഗുഡ് ആക്ടർ. സിനിമയിലൊന്ന് ട്രൈ ചെയ്യ്, നല്ല ഭാവി ഉണ്ടാവും. മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരു തെറ്റിദ്ധാരണയും ഇല്ല ജോൺ. പുറത്തു വെച്ചിരിക്കുന്ന ചിത്രങ്ങളും പോസ്റ്ററുകളും അടക്കം എന്നെ തേജോവധം ചെയ്യാനായി എത്തിയ ഈ ചാനൽ പ്രവർത്തകരടക്കം ജോൺ സംഘടിപ്പിച്ചതാണ്. മാഡം, കാര്യം ഞാൻ മാഡത്തിന് കീഴുദ്യോഗസ്ഥനായിരിക്കും. പക്ഷെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യക്തമായ തെളിവോടായിരിക്കണം. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി ഇത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? കാര്യം വളരെ സിമ്പിളാ. ഞാൻ പഠിച്ചതും എന്നെ ഇവിടെ ഇരുത്തുന്നതും 3 അക്ഷര IAS. ആ 3 അക്ഷരങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടിന്റെയും ഉറക്കവിളക്കലിന്റെയും പട്ടിണിയുടെയും വിലയുണ്ട് ജോൺ. അതങ്ങനെ ആർക്കും ചവിട്ടി മെതിച്ച് കടന്നു പോവാനും സാധിക്കില്ല. ഒന്നുമില്ലെങ്കിലും ഇതുവരെ എത്തിയതല്ലേ ഞാൻ. അപ്പൊ പിന്നെ ഇതുപോലൊരു തെരുവ് നാടകത്തിന്റെ വില പോലും ഇല്ലാത്ത കോമാളിത്തരം കണ്ടിട്ട് മനസ്സിലാവില്ലെന്ന് വന്നാ പിന്നെ രാജിക്കത്ത് എഴുതി വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുന്നതല്ലേ നല്ലത്. വാങ്ങിക്കുന്ന കാശിനോടും തിന്നുന്ന ചോറിനോടും കൂറുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ജോലി നോക്കി മുന്നോട്ട് പോവാൻ നോക്ക്. ഇനി മേലിൽ പഴയ കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ കുരുട്ട് ബുദ്ധിയുമായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. വന്ന ഇപ്പൊ ഇരിക്കുന്ന കസേരയില്
വേറെ ആൺപിള്ളേർ കയറിയിരുന്നു വരും. പൊക്കോ. ആ പോക്കത്ര ശരിയായ പോക്കല്ലല്ലോ മാഡം. ചന്ദ്രബോസിന്റെയും സുസ്മിതയുടെയും ബലത്തിലായിരുന്നു ഈ കളി. ഇനി കുറച്ചു നാളത്തേക്കൊന്ന് അടങ്ങി നിൽക്കും. ഇല്ലെങ്കിൽ വേറെ വഴി നോക്കാം. ബെൽറ്റിട്ട വടത്തില് നായ നിന്നില്ലെങ്കിൽ പിന്നെ ചങ്ങലപ്പൂട്ടിടാതെ മാർഗമില്ലല്ലോ. ശത്രുക്കൾ ജയിച്ച് മുന്നേറുകയാണു. വിഷ്ണുവേട്ടനെ ബലിയാടാക്കിയതും എന്നെ തളർത്താൻ വേണ്ടി തന്നെയാ. ഇവൻ ഹംസവാ. ഇപ്പൊ ദൂതുമായിട്ട് ചെല്ലും. അറിയട്ടെ, ഇതുകൊണ്ടൊന്നും ശാലിനിയെ തളർത്താനാവില്ലെന്ന് എല്ലാവരും അറിയട്ടെ.